അസ്സലാമു അലൈക്കും. ഖുറൈശ് ഗോത്രത്തിൽ ഹാഷിമി വംശത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 6 മാസം ഗർഭം ചുമന്ന സമയത്ത് ആമിന ബീവിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു സ്വപ്നം കാണിച്ചു കൊടുത്തു. ലോകത്തിലെ ഏറ്റവും നല്ല വ്യക്തിയെയാണ് നീ ഗർഭം ചുമന്നുകൊണ്ടിരിക്കുന്നത് എന്നും പ്രസവിച്ചാൽ കുഞ്ഞിനെ മുഹമ്മദ് എന്ന് പേരിടണം എന്നുമായിരുന്നു സ്വപ്നം. ഗർഭസമയത്ത് ആമിന ബീവിക്ക് ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടായിട്ടില്ല. ആമിന ബീവി 2 മാസം ഗർഭത്തിലായിരിക്കെ പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു. വല്യുപ്പ അബ്ദുൽ മുത്തലിബാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രസവിച്ച 7-ാം ദിവസം പേരിട്ടതും ഹഖീഖ അറുത്തതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആമിന ബീവി റളിയല്ലാഹു അൻഹയും ഹലീമ ബീവി റളിയല്ലാഹു അൻഹയും സ്വൈബത്തുൽ അസ്ലമിയെയും പാൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പാൽ ഊട്ടിയത് ഹലീമ ബീവി ആയിരുന്നു. അന്ന് അറബികൾക്കിടയിൽ കുഞ്ഞുങ്ങൾക്ക് പാലൂട്ടാൻ മറ്റ് ഗ്രാമീണ സ്ത്രീകളെ ഏൽപ്പിക്കൽ പതിവായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഹലീമ ബീവി ബനു സഅദിലെ കുറച്ച് സ്ത്രീകളെ മക്കയിലേക്ക് വന്നു. പാലൂട്ടാനുള്ള കുട്ടിയെ ഏറ്റുവാങ്ങാനായിരുന്നു അവർ വന്നത്. അവരിൽ ഹലീമ ബീവി വളരെ ആരോഗ്യം കുറഞ്ഞവരും പാവപ്പെട്ടവരുമായിരുന്നു. എത്തിമായതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരും ഏറ്റെടുത്തില്ല. നമുക്ക് ആ എത്തിംകുട്ടിയെ എടുത്താലോ? ഹലീമ ബീവി ഭർത്താവ് ഹാരിസിനോട് ചോദിച്ചു. അവരുടെ സമ്മതം പ്രകാരം ഹലീമ ബീവി ആമിന ബീവിയെ ചെന്ന് കണ്ടു. കുഞ്ഞിനെ ചോദിച്ചു. ഹലീമ ബീവി നിങ്ങൾ ആരാണെന്ന് ആമിന ബീവി നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. താൻ സ്വപ്നത്തിൽ അറിയപ്പെട്ട ഹലീമ ബീവിയാണെന്ന് അറിഞ്ഞപ്പോൾ സന്തോഷത്തോടെ കുഞ്ഞിനെ ഏൽപ്പിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്തപ്പോൾ ഹലീമ ബീവിക്ക് വലിയ വലിയ ബർക്കത്തുകൾ തുടങ്ങി. മടക്കയാത്രയിൽ മെലിഞ്ഞൊട്ടിയിരുന്ന ഹലീമ ബീവിയുടെ ഒട്ടകത്തിന് ആരോഗ്യം വന്നു. മറ്റുള്ള സ്ത്രീകളെ ഒട്ടകത്തിനെല്ലാം പിന്നിലാക്കിക്കൊണ്ട് ഓടാൻ തുടങ്ങി. മറ്റു സ്ത്രീകൾ എല്ലാം അത്ഭുതപ്പെട്ടു. പിന്നങ്ങോട്ട് എല്ലാം ഹലീമ ബീവിയുടെ സമൃദ്ധി കാലങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രായത്തിലുള്ള ഒരു കുട്ടി ഹലീമ ബീവിക്ക് ഉണ്ടായിരുന്നു. അബ്ദുള്ള എന്നായിരുന്നു പേര്. അത് ലംറത്ത് എന്നായിരുന്നു വിളിച്ചിരുന്നത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കളിക്കൂട്ടുകാരനായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 2 വയസ്സായപ്പോൾ കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കേണ്ട സമയമായി. ഹലീമ ബീവിക്ക് കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കാൻ താല്പര്യപ്പെട്ടില്ല. ആമിന ബീവിയോട് സമ്മതം ചോദിച്ച് 4 വയസ്സ് വരെ ഹലീമ ബീവിയുടെ കൂടെ താമസിച്ചു. 4 വയസ്സിന് ശേഷം സ്വന്തം മാതാവിൻ്റെ ഒപ്പമായിരുന്നു താമസിച്ചിരുന്നത്. 6 വയസ്സായപ്പോൾ അമ്മാവന്മാരായ ബനു നജ്ജാർ ഗോത്രക്കാരെ സന്ദർശിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി ആമിന ബീവി മദീനയിലേക്ക് പോയി. അവിടെ 1 മാസം താമസിച്ചു. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നീന്തൽ പഠിച്ചു. ഈ യാത്രയിൽ അബ്ദുള്ളയുടെ ദാസിയായ ഉമ്മു ഐമൻ എന്ന സ്ത്രീയും ഉണ്ടായിരുന്നു. മടക്കയാത്രയിൽ അബാവ എന്ന സ്ഥലത്ത് വെച്ച് ആമിന ബീവി വഫാത്തായി. ഈ സമയത്ത് ആമിന ബീവിക്ക് 20 വയസ്സായിരുന്നു. ഉമ്മു ഐമൻ കുട്ടിയെ മക്കയിൽ കൊണ്ടുവന്ന് അബ്ദുൽ മുത്തലിബിനെ ഏൽപ്പിച്ചു. അബ്ദുൽ മുത്തലിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം മക്കളെക്കാൾ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിരിപ്പിൽ ആരും ഇരിക്കില്ലായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം അതിൽ ഇരുത്തുകയും ഊണും ഉറക്കവും അദ്ദേഹത്തോടൊപ്പമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 8-ാം വയസ്സിൽ അബ്ദുൽ മുത്തലിബ് വഫാത്തായി. അന്ന് അദ്ദേഹത്തിന് 98 വയസ്സായിരുന്നു. അബ്ദുൽ മുത്തലിബിൻ്റെ മരണത്തിനു ശേഷം മൂത്താപ്പ അബൂ തോലിബിൻ്റെ സംരക്ഷണത്തിലാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളർന്നത്. അദ്ദേഹത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വലിയ സ്നേഹമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 12 വയസ്സായപ്പോൾ അബൂ ത്വാലിബിന് ഷാമിലേക്ക് കച്ചവടത്തിന് പോകേണ്ട സമയമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിട്ടു പിരിയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ഷാമിലേക്കുള്ള യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെ കൂട്ടി അവർ ബുസ്ര എന്ന പട്ടണത്തിലെത്തി. അവിടെ ഒരു സ്ഥലത്ത് വിശ്രമിച്ചു. ബഹീറ എന്ന പുരോഹിതൻ യാത്രാസംഘത്തെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം വേദപണ്ഡിതനായിരുന്നു. യാത്രാസംഘത്തിലെ ഒരു കുട്ടിയുടെ മുകളിൽ മേഘം തണലിട്ട് കൊടുക്കുന്നത് അയാൾ കണ്ടു. കുട്ടി സഞ്ചരിക്കുന്ന ഭാഗത്തേക്ക് മേഘം നീങ്ങുന്നു. അദ്ദേഹത്തിന് അത്ഭുതമായി. ബഹീറ യാത്രാസംഘത്തെ വിരുന്നു വിളിക്കാൻ തീരുമാനിച്ചു. വിരുന്നിന് എത്തിയ കച്ചവട സംഘത്തിലെ കുട്ടിയെ അദ്ദേഹം വീക്ഷിക്കുകയും വേദങ്ങളിൽ പറഞ്ഞ അവസാനത്തെ പ്രവാചകൻ ഉണ്ടായിരിക്കേണ്ട എല്ലാ അടയാളങ്ങളും അദ്ദേഹം ആ കുട്ടിയിൽ കാണുകയും ചെയ്തു. ശേഷം ഈ കാര്യം അബൂ ത്വാലിബിനോട് പറയുകയും കുട്ടിയെ ശത്രുക്കളിൽ നിന്ന് സൂക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ അബൂ ത്വാലിബ് വേഗം കച്ചവടം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങി. അബൂ ത്വാലിബ് ദരിദ്രനായിരുന്നു. അദ്ദേഹത്തെ സഹായിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടിനെ മേയ്ക്കാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും വിശ്വസ്തതയും കേട്ടറിഞ്ഞ ഖദീജ ബീവി റളിയല്ലാഹു അൻഹു തനിക്ക് വേണ്ടി കച്ചവടം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ക്ഷണിച്ചു. മൂത്താപ്പയെ സഹായിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ക്ഷണം സ്വീകരിച്ചു. അബൂ ത്വാലിബ് ആ യാത്രയ്ക്ക് അനുവാദം കൊടുത്തു. ബീവിയുടെ ചരക്കുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഷാമിലേക്ക് യാത്രയായി. കൂടെ ഖദീജ ബീവിയുടെ അടിമയായ മൈസറത്തും ഉണ്ടായിരുന്നു. യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മേഘം തണലിട്ട് കൊടുക്കുന്നത് മൈസറത്ത് കണ്ടു. അവർക്ക് ആ കച്ചവടത്തിൽ വലിയ ലാഭം കിട്ടി. യാത്രാമധ്യത്തിൽ ബുസ്ര പട്ടണത്തിൽ വിശ്രമിക്കവേ നസ്തൂറ എന്ന പുരോഹിതൻ ഇപ്രകാരം പറഞ്ഞു: ഈ മരച്ചുവട്ടിൽ ഇരിക്കുന്നത് ഒരു പ്രവാചകൻ തന്നെ, തൗറാത്തിൽ പറഞ്ഞ അവസാനത്തെ പ്രവാചകൻ. യാത്ര കഴിഞ്ഞു വന്നപ്പോൾ യാത്രയിൽ കണ്ട അത്ഭുതങ്ങളെല്ലാം മൈസറത്ത് യജമാനത്തിയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും സ്വഭാവമഹിമയും അസാധാരണത്വവും കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭർത്താവായി സ്വീകരിക്കാൻ ഖദീജ ബീവിക്ക് താല്പര്യം വന്നു. കുടുംബ നേതാക്കളുമായി ചർച്ച ചെയ്ത് വിവാഹം ഉറപ്പിച്ചു.